NDA സഖ്യം ഭൂരിപക്ഷം മറികടന്ന് 292 സീറ്റുകൾ നേടിയതിനാൽ നരേന്ദ്രമോദി ജൂൺ 8-ന് തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം തവണയും അധികാരം നിലനിർത്തുന്ന രണ്ടാമത്തെ നേതാവാകാൻ ഒരുങ്ങുകയാണ് മോദി. ഹാട്രിക് ഭരണത്തിന് തയ്യാറെടുക്കുന്ന മോദിയെ ലോക നേതാക്കൾ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. ഒരു സന്ദേശത്തിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിൻ ഡോബ്ഗെ പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിക്കുകയും ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും അദ്ദേഹവുമായി അടുത്തു പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹൽ പ്രചണ്ഡയും തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായതിന് മോദിയെ അഭിനന്ദിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിക്കുകയും ഇറ്റലിയെയും ഇന്ത്യയെയും ഒന്നിപ്പിക്കുന്ന സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പറഞ്ഞു. ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രംസിംഗെ പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിക്കുകയും ഏറ്റവും അടുത്ത അയൽരാജ്യമെന്ന നിലയിൽ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു.